ഹായ് ഡിയേഴ്സ്, നാളെ നിങ്ങൾക്ക് മലയാളം സെക്കൻഡിന്റെ എക്സാം ആണല്ലോ. അപ്പൊ നാളത്തെ നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് മിസ് ഇതാ പറഞ്ഞു തരാൻ പോവുകയാണ്. അപ്പൊ മിസ് ഇന്ന് പറഞ്ഞു തരുന്ന ഓരോ ചോദ്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ എ ഗ്രേഡ് ഉറപ്പിക്കാൻ പറ്റും. അപ്പൊ നാളത്തെ ചോദ്യ പേപ്പറിൽ വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും എല്ലാ ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെയാണ് നോക്കി പോകേണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഈ വീഡിയോ കണ്ടിട്ട് പോകുക. അപ്പൊ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും എ ഗ്രേഡ് എന്തായാലും നിങ്ങൾക്ക് കിട്ടട്ടെ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ കനിവായി നിലാവായി എന്ന് പറഞ്ഞ നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൽ നിന്ന് നമുക്ക് മൂന്ന് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടായിരുന്നു. മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു. നിങ്ങൾക്ക് അപ്പോൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഓരോ ചാപ്റ്റർ അത് ആരൊക്കെയാണ് എഴുതിയെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നമുക്ക് ആ പേരൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ തിക്കൊടിയനാണ് ഈ ഒരു കഥ എഴുതിയത്. തിക്കൊടിയന്റെ തൂലിക നാമമാണ് ഈ തിക്കൊടിയൻ എന്നുള്ളത്. അപ്പൊ ശരിക്കും പേരെന്താ മക്കളെ? പി കുഞ്ഞനന്ദൻ നായർ. പി കുഞ്ഞനന്ദൻ നായർ. ഓക്കെ, അപ്പൊ ഈ പേരൊന്ന് ഓർത്ത് വെക്കുക. അതേപോലെ മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന് പറഞ്ഞ ആ ഒരു കഥയിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാ മക്കളെ? നിങ്ങൾക്കൊരു അനുഭവക്കുറിപ്പ്, നിങ്ങൾക്കൊരു മുത്തശ്ശിയുടെ സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്നേഹം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു അനുഭവക്കുറിപ്പ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ മുത്തശ്ശി ഉണ്ടല്ലോ, അപ്പൊ മുത്തശ്ശിയുടെ സ്നേഹത്തെക്കുറിച്ചോ ഇല്ലെങ്കിൽ ആ കഥയിലെ മുത്തശ്ശിയുടെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് എന്താണോ തോന്നിയെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു അനുഭവക്കുറിപ്പ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം മക്കളെ. അതേപോലെ കഥാപാത്ര പരിചയം. അപ്പൊ ആ ഒരു കഥയിൽ നമുക്ക് നമ്മുടെ ഒരു അമ്മേനെ കാണാൻ പറ്റുന്നുണ്ട്, അതേപോലെ ഒരു മുത്തശ്ശീനെ കാണാൻ പറ്റുന്നു. ഈ അമ്മ അത്രയും കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്ത് വൈകി വരുന്നു, അതേപോലെ വരുമ്പോൾ ചോറും കറികളൊക്കെ തണുത്തിട്ടുണ്ടാവും, എന്നാലും സ്നേഹത്തോടെ കുഞ്ഞിന് വാരി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മയെക്കുറിച്ച് നമ്മൾ അമ്മയുടെ കഷ്ടപ്പാടുകളും സ്നേഹമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ മുത്തശ്ശി ഇവിടെ അമ്മയില്ലാത്ത സമയത്ത് കുഞ്ഞിനെ അത്രയും ലാളനയും സ്നേഹം കൊടുത്ത് വളർത്തുന്ന ഒരു മുത്തശ്ശീനെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെ ഇവരിൽ ആരുടെയെങ്കിലും ഒരാളുടെ കഥാപാത്ര പരിചയം, കഥാപാത്ര നിരൂപണം നമുക്ക് ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പൊ മക്കൾ അത് നോക്കിയിട്ട് പോകണം. പിന്നെ അതേപോലെ ഡയറി. നമ്മുടെ ഉണ്ണിക്കുട്ടൻ എന്താണ്, ഉണ്ണിക്കണ്ണൻ അല്ലെ, ഉണ്ണിക്കണ്ണൻ എന്താണ് അമ്മയുടെ കൂടെ ആ ജോലി സ്ഥലത്ത് പോകുന്നുണ്ട്. അപ്പൊ അവിടെ വെച്ചുണ്ടാകുന്ന അനുഭവം വളരെ മോശമാണ്. അവിടുത്തെ മുതലാളി എന്താണ് ദേഷ്യപ്പെടുന്നുണ്ട്, എന്തിനാണ് കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പൊ അന്നത്തെ ദിവസം തനിക്കുണ്ടായ ആ ഒരു അനുഭവം, ഇല്ലെങ്കിൽ ആ വീട്ടിൽ ചെന്നപ്പോൾ ഒരു മാളിക പോലുള്ള ഒരു വീടാണ്, ആ വീട്ടിൽ ചെന്നപ്പോൾ എന്തൊക്കെ കണ്ടു, വലിയ പൂന്തോട്ടം, അതേപോലെ ഒരു സിംഹത്തിന്റെ പ്രതിമ മതിലിൽ കണ്ടു. അങ്ങനെ അവിടെ കണ്ട കാഴ്ചകളും ഇല്ലെങ്കിൽ അമ്മയുടെ കഷ്ടപ്പാടുകളും തനിക്കുണ്ടായിട്ടുള്ള ആ ഒരു ദുരനുഭവം എല്ലാം വെച്ചുകൊണ്ട് അന്നേ ദിവസം ഉണ്ണിക്കണ്ണൻ എഴുതാൻ സാധ്യത ഉണ്ടായിട്ടുള്ള ആ ഒരു ഡയറി നമുക്ക് എഴുതാൻ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ അനുഭവക്കുറിപ്പ്, കഥാപാത്ര പരിചയം, ഡയറി എന്തായാലും പഠിച്ചിട്ട് പോവുക. ഇനി അടുത്ത നമ്മുടെ രണ്ടാമത്തെ കഥ എന്ന് പറയുന്നത് പരിക്കേറ്റ കുട്ടിയാണ്. കുമാരനാശാന്റെ പുഷ്പവാടിയിൽ നിന്നെടുത്ത ഒരു കവിതാ സമാഹാരത്തിന്റെ ഒരു ഭാഗമാണ് പരിക്കേറ്റ കുട്ടി. അപ്പൊ ഈ പേരൊക്കെ പഠിച്ചിട്ട് പോട്ടെ. കുമാരനാശാനാണ് പരിക്കേറ്റ കുട്ടി എഴുതിയത്. അപ്പൊ ഈ പരിക്കേറ്റ കുട്ടിയിൽ ഒരു കുട്ടി ഒരുപാട് പരിക്കുകൾ പറ്റുന്നുണ്ട്. മാവിൽ നിന്ന് വീണിട്ടും, അതേപോലെ ഫോട്ടോ ഫ്രെയിം ഒക്കെ തലയിൽ നെറ്റിയിൽ വീണിട്ടും, അതേപോലെ ഈ പനിനീർ പുഷ്പത്തിന്റെ റോസാപ്പൂവിന്റെ മുള്ളെല്ലാം കൊണ്ടിട്ട് പരിക്കേക്കുന്ന കാര്യമൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. അപ്പൊ ഈ ഒരു കഥയിൽ നിന്ന് നിങ്ങൾക്ക് കവിതയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് സംഭാഷണം. അമ്മ ആ കുട്ടി പരിക്കേറ്റ് അവിടെ കിടക്കുമ്പോൾ അമ്മ ഓടി വരുന്നുണ്ട് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അമ്മയും കുട്ടിയും തമ്മിലുള്ളൊരു സംഭാഷണം നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ ഡയറി. കുട്ടി എന്താ പ്രതീക്ഷിക്കുന്നത്, പരിക്കേറ്റ് അവിടെ കിടക്കുമ്പോൾ അമ്മ ഓടി വന്ന് വഴക്ക് പറയും, ശകാരിക്കുന്നൊക്കെ അല്ലേ കുട്ടി പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. അമ്മ വളരെ സ്നേഹത്തോടെ എന്തു പറ്റി എന്നൊക്കെ ചോദിച്ച് വളരെ ആശ്വസിപ്പിക്കുന്ന ഒരു രംഗം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവിടെ കുട്ടിക്ക് ഒത്തിരി സമാധാനം, സന്തോഷമൊക്കെ വരുന്നുണ്ട്. ഒരു വഴക്കൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന കുട്ടിക്ക് എന്താണ് അമ്മയുടെ വളരെ ആശ്വാസ വാക്കുകൾ കൊണ്ട് ആ ഒരു മുറിവൊക്കെ മറന്നുപോയി. അപ്പോൾ ആ ഒരു കുട്ടി അന്നത്തെ ദിവസം എഴുതാൻ ചാൻസ് ഉള്ള ഒരു ഡയറി, അപ്പൊ അമ്മയുടെ സ്നേഹമൊക്കെ നമുക്ക് അവിടെ വിവരിക്കാം. അപ്പൊ അങ്ങനെ ഒരു ഡയറി നമുക്ക് എഴുതാൻ ചാൻസ് ഉണ്ട്, ചോദിക്കാൻ ചാൻസ് ഉണ്ട് മക്കളെ. പിന്നെ ഒരു അനുഭവക്കുറിപ്പ്, അതായത് ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ പരിക്കേറ്റ പല സാഹചര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടായ സാഹചര്യങ്ങളിൽ നമ്മുടെ അമ്മയോ നമ്മുടെ അച്ഛനോ ഒക്കെ നമ്മളെ ചേർത്ത് പിടിച്ച ആ ഒരു നിമിഷങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അത്തരത്തിലൊരു അനുഭവം നിങ്ങളോട് എഴുതാൻ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു അനുഭവക്കുറിപ്പ് എഴുതാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു പാഠത്തിൽ നിങ്ങൾ ഇതൊന്ന് നോക്കിയിട്ട് പോവാട്ടോ. ഓക്കെ ആണല്ലോ? എങ്കിൽ അടുത്തത് നന്മ പൂക്കൾ എന്ന് പറഞ്ഞ ഡോക്ടർ പി.കെ. ഭാഗ്യലക്ഷ്മിയുടെ ഒരു കഥയാണ്. നമ്മുടെ മിറിയും കൂട്ടുകാരും അല്ലെ. നമുക്ക് ആ കഥയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിട്ട് പോവാം മക്കളെ. ആ ലൈവിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ചാപ്റ്റേഴ്സ് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഒരു ഡയറിയാണ്. നമ്മുടെ മിറിയുടെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം മിറി അന്ധയാണ്. അപ്പൊ പ്രായമായിട്ടുള്ള മുത്തശ്ശിനെയൊക്കെ നോക്കുന്നത്, സ്കൂളിൽ പോലും പോകാതെ നോക്കുന്നത് നമ്മുടെ മിറിയാണ്. അപ്പൊ മിറിക്ക് അന്നത്തെ ദിവസം മിറി എഴുതിയിട്ടുണ്ടാവും ഡയറി. അതായത് കൂട്ടുകാരെ ഒത്തിരി മിറിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പൈസ കൊടുത്തിട്ടായാലും. അതേപോലെ മുത്തശ്ശിക്കും ആ ചൂട് കുപ്പായം സെറ്ററൊക്കെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കൂട്ടുകാരെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സ്കൂളിൽ എടുക്കുന്ന പാഠങ്ങളൊക്കെ മിറിക്ക് വന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ആ കൂട്ടുകാരുടെ ആ ഒരു സ്നേഹവും മിറിയുടെ അപ്പത്തെ ഒരു അവസ്ഥയെല്ലാം വെച്ചുകൊണ്ട് മിറി അന്നത്തെ ദിവസം എഴുതാൻ ഇടയുണ്ടായിട്ടുള്ള ഒരു ഡയറി നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ ഒരു കത്ത് എന്ന് പറഞ്ഞാൽ ഈ കൂട്ടുകാരുടെ സ്നേഹം കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇല്ലെങ്കിൽ അവർ ചെയ്ത സഹായങ്ങളെ കണ്ടിട്ട് കൂട്ടുകാർക്ക് തിരിച്ചൊരു മറുപടി കത്ത്, അതായത് തന്റെ സ്നേഹം എന്നെ ഇത്രത്തോളം എന്റെ
തന്റെ കൂടെ നിന്ന കൂട്ടുകാരോട് ആ ഒരു സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് മിറി ഒരു കത്ത് എഴുതാൻ ചാൻസ് ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കത്ത് പ്രതീക്ഷിക്കാം. പിന്നെ വിശകലനക്കുറിപ്പ്, ആ മിറിയുടെ ഒരു അനുഭവങ്ങൾ, ജീവിതത്തിൽ ആ ഒരു കഷ്ടപ്പാടുകളും അത്രയും കഷ്ടത നിറഞ്ഞ സാഹചര്യത്തിലും തളരാതെ മുത്തശ്ശിനെ നോക്കുന്നതും അതിന്റെ കൂടെ പഠിപ്പ് കൊണ്ടുപോകുന്നതും അങ്ങനെ എല്ലാം വെച്ചുകൊണ്ട് ഒരു വിശകലനക്കുറിപ്പ് ആ ഒരു കഥയെക്കുറിച്ച് എഴുതാനുള്ള ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, അതും കൂടെ ഒന്ന് നോക്കി വെക്കാം. ഓക്കെ ആണ്, സെറ്റ് ആണെങ്കിൽ അടുത്ത യൂണിറ്റ് കനൽ വഴിയിൽ കരുത്തോടെ. അപ്പൊ ഇവിടെ എന്താ മക്കളെ, ഫസ്റ്റത്തെ ചാപ്റ്റർ ഏതാ, ഒന്നല്ല ഒരു കോടി മാവേലിമാർ. അപ്പൊ നമ്മുടെ പ്രളയത്തെ അതിജീവനം അതിനെ കുറിച്ചുള്ള ഒരു കവിതയാണ്, ഏഴാച്ചേരി രാമചന്ദ്രന്റെ ആണ്. ഇവിടെ നിന്ന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് വിശകലന കുറിപ്പാണ്. അതേപോലെ ഈ പ്രളയത്തിന്റെ ആ ഒരു സമയത്തെ നമ്മൾ എങ്ങനെയാണ് അതിജീവിച്ചത്, കേരളക്കാരെ എങ്ങനെയാണ് അതിജീവിച്ചത്, അപ്പൊ ആ ഒരു അതിജീവനം അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ നടന്നിട്ടുണ്ടായ ആ ഒരു കാര്യങ്ങൾ, ആ സമയത്ത് നമ്മൾ കടന്നു പോയിട്ടുള്ള ആ ഒരു കഷ്ടതകളും അതെല്ലാം വെച്ചുകൊണ്ട് അപ്പത്തെ ആ ഒരു സിറ്റുവേഷനെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു വിശകലന കുറിപ്പ് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അതേപോലെ ആ ഒരു കവിതയുടെ ഒരു ആസ്വാദന കുറിപ്പ്, ഒന്നെങ്കിൽ ഈ കവിത അല്ലെങ്കിൽ ഈ കവിതയായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കവിത തന്നിട്ട് അതിന്റെ ആസ്വാദന കുറിപ്പ് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ആണ്, റെഡിയാണ്. ഇല്ലെങ്കിൽ ഒരു താരതമ്യ കുറിപ്പ് ഇവിടുന്ന് പ്രതീക്ഷിക്കാം. താരതമ്യ കുറിപ്പ് ഇതേപോലെ ഒരു കവിത തന്നിട്ട് ഈ കവിതയും മറ്റ് രണ്ട് കവിതകൾ തന്നിട്ട് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്ത് എഴുതാൻ, താരതമ്യം ചെയ്ത് എഴുതാൻ ഒരു താരതമ്യ കുറിപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഭൂമിക്ക് വേണ്ടി, PS രാഗേഷ്. ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് നമ്മുടെ ഗ്രേറ്റയെ കുറിച്ച്, ഗ്രേറ്റ ട്യൂൺബർഗ് സ്വീഡനിൽ അപ്പോൾ പ്രകൃതിക്ക് നേരെ ഉണ്ടാകുന്ന ആ ഒരു അതിക്രമങ്ങൾക്കെതിരെ പോരാടിയ പെൺകുട്ടിയാണ്. അപ്പൊ ആ ഒരു കഥ വായിച്ചിട്ട് നമുക്കുണ്ടായ ഒരു അനുഭവം നമ്മുടെ ഒരു കൂട്ടുകാരിയോടോ നമ്മൾ എഴുതി അറിയിക്കുന്ന ഒരു കത്ത് നമുക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാം. അതേപോലെ ഡയറി, ഈ ഒരു കഥ വായിച്ചിട്ട് നമുക്കുണ്ടായ ആ ഒരു അനുഭവം അല്ലെങ്കിൽ നമുക്ക് എന്താണ് മനസ്സിലായത്, നമുക്ക് എന്താണ് ഫീൽ ചെയ്തത്, നമ്മുടെ പ്രകൃതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ നമ്മൾ വിചാരിച്ചു, അന്നത്തെ ദിവസം നമ്മൾ എഴുതാൻ ചാൻസ് ഉള്ള ഒരു ഡയറിയും അതേപോലെ ഗ്രേറ്റ് എഴുതാൻ ചാൻസ് ഉള്ള ഡയറി. അതായത് സ്കൂളിൽ പോകാതെ ഈ പോസ്റ്ററും പിടിച്ച് പാർലമെന്റിന് മുന്നിൽ പോയി നിൽക്കുന്ന അന്നത്തെ ദിവസം ഒരുപാട് ആളുകൾ വന്ന് പരിഹസിച്ചിട്ട് പോകുന്നു, പിന്നീട് ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ അന്നത്തെ ദിവസം നമ്മുടെ ഗ്രേറ്റയ്ക്ക് ഉണ്ടായ ഒരു അനുഭവം വെച്ചുകൊണ്ട് ഒരു ഡയറി ഗ്രേറ്റ എഴുതിയാൽ എങ്ങനെ ഉണ്ടാകും. അപ്പോൾ ഒരു ഡയറി നമ്മുടെ ഡയറിയോ അല്ലെങ്കിൽ ഗ്രേറ്റയുടെ ഡയറിയോ ചോദിക്കാൻ ചാൻസ് ഉണ്ട് മക്കളെ. പിന്നെ ഒരു പോസ്റ്റർ, ഇതേപോലെ പ്രകൃതിക്കെതിരെയുള്ള ഇത്രയും അതിക്രമങ്ങൾക്കെതിരെ നമ്മുടെ ഭാഗത്ത് നമ്മളൊരു പോസ്റ്റർ ഉണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ സാധ്യത എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ കഥാപാത്ര പരിചയം, ഇവിടെ ഗ്രേറ്റനെ കുറിച്ച്, ഗ്രേറ്റ ചെയ്തിട്ടുള്ള ആ പ്രവർത്തനങ്ങളും പ്രകൃതിക്ക് വേണ്ടിയിട്ട് എന്താണ് ഗ്രേറ്റ ചെയ്തിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ ആ സംഭാവനകളൊക്കെ വെച്ചുകൊണ്ട് ഗ്രേറ്റയെ കുറിച്ച് ഒരു കഥാപാത്ര നിരൂപണം എഴുതാൻ ഒരു കുറിപ്പ് പോലെ മക്കൾക്ക് എഴുതാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒന്ന് നോക്കി വെക്കേണ്ടത്. അപ്പൊ ഇതില് മെയിൻ ആയിട്ടുള്ള അപ്പൊ ഇത്രയും എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്താ ഫുൾ A ഗ്രേഡിനുള്ള എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിച്ചിട്ട് പോവാം. വളരെ പ്രധാനപ്പെട്ടതാണ്. ആ അനുഭവക്കുറിപ്പൊന്നും മറന്നു പോകരുത്. ആ മുത്തശ്ശിയുടെ കഥയിൽ നിന്നുള്ള അനുഭവക്കുറിപ്പും കഥാപാത്ര പരിചയമൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാം നോക്കി ഒരു ഡയറിയൊക്കെ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്തരം പറഞ്ഞ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചിട്ട് പോകുക. അതേപോലെ ഓരോ കഥയും കവിതയും എഴുതിയത് ആരാന്നുള്ള ആ പേര് കൂടി എന്ത് ചെയ്യുക മക്കൾ ഓർത്ത് വെക്കുക കേട്ടോ. അത് ഏതിൽ നിന്ന് എടുത്തു, പരിക്കേറ്റ കുട്ടിയൊക്കെ പുഷ്പവാടിയിൽ നിന്ന് എടുത്തതാണ്. ആ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും A ഗ്രേഡ് ഉറപ്പിക്കാൻ പറ്റും. അപ്പൊ ഇത് സെറ്റ് ആണല്ലോ. അപ്പൊ എല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം മക്കളൊന്ന് ഓർത്ത് വെച്ചിട്ട് പോകും. അങ്ങനെയാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല മാർക്ക് വാങ്ങാൻ പറ്റും, A ഗ്രേഡ് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, സെറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതേപോലെ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ 5ാം ക്ലാസ് ഇതാ കഴിയാനായി. നമ്മുടെ 6ാം ക്ലാസ് യുവ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും സമയം കളയാതെ മക്കൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഇതാ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം മക്കളെ, കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും എല്ലാ ഫീച്ചേഴ്സും നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകളായാലും അതിൻ്റെ ഉത്തരങ്ങളായാലും എങ്ങനെയൊക്കെ ഒരു പരീക്ഷയെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും, എങ്ങനെ ആൻസർ എഴുതണം എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഈ താഴത്തെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.